ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. അങ്ങനെ UPSCയുടെ 14 ജില്ലകളിലെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും ഒന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 65 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സ് 269 ആണ്. വയനാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 62.33 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് 124 ആണ്. എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് 61.67 ആണ് വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 232 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 67 ആണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 125 പേരാണ്. ആലപ്പുഴ ജില്ല 61 ആണ് കട്ട് ഓഫ് മാർക്ക്, 61.33 ആണ് കട്ട് ഓഫ് മാർക്ക്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 220 പേരാണ്. മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് 66.33 ആണ് വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 645 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 55.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 99 പേർ മാത്രമാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ 62 ആണ് കട്ട് ഓഫ് മാർക്ക്, 558 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 66.33 ആണ് കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് 526. പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 64.33 ആണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് 336. തൃശൂർ ജില്ലയിൽ 62.67 ആണ് കട്ട് ഓഫ് മാർക്ക്. മെയിൻ ലിസ്റ്റിൽ 333 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 65.33 ആണ് കട്ട് ഓഫ് മാർക്ക്. മെയിൻ ലിസ്റ്റിൽ 215 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 62.33 ആണ് കട്ട് ഓഫ് മാർക്ക്. മെയിൻ ലിസ്റ്റിൽ 554 പേർ ഉണ്ട്. 59 ആണ് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 104 പേർ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതാണ് UPSCയുടെ എല്ലാ ജില്ലകളിലെയും കട്ട് ഓഫ് മാർക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും. താങ്ക് യു ഫോർ വാച്ചിങ്.